യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിലെ അവസാന ദിവസമാണ്, ഈ വർഷത്തിലെ അവസാന ദിവസമാണ്. നമുക്ക് നന്ദിയോടെ കൂടെ ആയിരിക്കാം. ഇത്രയും ദിവസങ്ങൾ എത്രയോ കരുതലോടെ കൂടെയാണ് കർത്താവ് നമ്മളെ പരിപാലിച്ചത്. നമുക്ക് നന്ദിയോടെ കൂടെ കർത്താവിനെ നമുക്ക് ഓർക്കാം. ഈശോയുടെ ഒരു പ്രത്യേകതയാണ് ഈശോയെ ഓർക്കണം, ഈശോയ്ക്ക് നന്ദി പറയണം എന്നുള്ളത് ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ഉടനെ പറഞ്ഞു, നിങ്ങളിതെൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുവിൻ. ഡു ഇറ്റ് ഇൻ മെമ്മറി ഓഫ് മീ. എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങളിത് ചെയ്യും. നിങ്ങൾ എന്നെ ഓർക്കണം. എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ഈശോയെ നന്നായിട്ട് ഓർക്കണം. കാരണം ഇത്രയും ദിവസങ്ങൾ എത്രയോ ആപത്തുകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് ദൈവം നമ്മെ സംരക്ഷിച്ച് പരിപാലിച്ച്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ 10 കുഷ്ഠരോഗികളുടെ സംഭവത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരുവൻ മാത്രം നന്ദി പറയുമ്പോൾ ബാക്കി 9 പേരെവിടെ എന്ന് ചോദിക്കുന്നു ഈശോ. അതിനർത്ഥം നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അല്പസമയം നമ്മുടെ പള്ളിയിലോ ദിവ്യകാരുണ്യ സന്നിധിയിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ പ്രാർത്ഥനാ മുറിയിലിരുന്ന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുക. നമ്മളെ സംരക്ഷിച്ചു, നമ്മുടെ മാതാപിതാക്കളെ ഓർത്ത്, ജീവിത പങ്കാളി ഓർത്ത്, മക്കളെയൊക്കെ ഓർത്ത് നന്ദി പറയുക. ഒരുപക്ഷെ വേദനകളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും. ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുമല്ലോ. അതുകൊണ്ട് ദുഃഖിച്ചിരിക്കാതെ ഒരു ദുഃഖത്തെ ഓർത്ത്, സഹനത്തെ ഓർത്ത് നന്ദി പറയുക. അത് കൃപയായിട്ടും അഭിഷേകമായിട്ടും ഈശോ മാറ്റും. അതുകൊണ്ട് ആരും നിരാശപ്പെട്ടിരിക്കരുത്. ഈ ഒരു വർഷം കർത്താവ് നൽകിയ നന്മകളെ പ്രതി, അത്ഭുതങ്ങളെ പ്രതി, സന്തോഷങ്ങളെ ഓർത്ത്, ദുഃഖങ്ങളെയൊക്കെ ഓർത്ത് നന്ദി പറയുക. ഈശോയ്ക്ക് എല്ലാ കാര്യങ്ങളിലൂടെ നമ്മളോടൊക്കെ എന്തൊക്കെയോ പഠിപ്പിക്കാനുണ്ട്, നമ്മളെ രൂപപ്പെടുത്താനുണ്ട്, വിശദീകരിക്കാനുണ്ട്, നമ്മളിൽ ഒത്തിരി കൃപകൾ നിറയ്ക്കാനുണ്ട്. അപ്പം എല്ലാം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കും. ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും. അതുകൊണ്ട് ആ പ്രത്യാശയിൽ ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങുക. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ഇന്ന് നീ സാധിക്കുമെങ്കിൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 1 മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന്, ഈശോയുടെ സന്നിധിയിലിരുന്ന്, അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനാ റൂമിലിരുന്ന് ഈശോയ്ക്ക് നന്ദി പറയുക. മറ്റൊന്നും വേണ്ട, പ്രാർത്ഥനകളൊന്നുകൊണ്ട് ഈശോയെ നന്ദി, ഈശോയെ നന്ദി. നിന്റെ മനസ്സിലേക്ക് എന്തെല്ലാം ഓർമ്മ വരുന്നു അതിനൊക്കെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയും. വലിയ നിറവായിട്ട് നിന്റെ ജീവിതം മാറും. അടുത്ത വർഷത്തെ കർത്താവ് അനുഗ്രഹിക്കും. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നല്ല ഈശോയെ, സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറയുന്നു. കർത്താവെ, എത്രയോ അപകടങ്ങൾ, ആപത്തുകൾ നീ ഞങ്ങളെ സംരക്ഷിച്ചു. കർത്താവെ, നന്ദി. ഒരു ദിവസം കാണുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തന്നുവല്ലോ. ഈശോയെ നന്ദി പറഞ്ഞു. തുടർന്നുള്ള വർഷങ്ങളിലും അങ്ങയുടെ വലിയ പരിപാലനയും കരുതലും ആസ്വദിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.